Okay, let us proceed. There are certain words in English which ends in ity. There are certain words in English that ends in ity. Such words take primary accent on the syllable prior to this suffix or ity. ഇംഗ്ലീഷിൽ എഴുതുന്നില്ല എങ്കിൽ മലയാളത്തിലും എഴുതി വെക്കാം. ഓക്കെ, ചില പദങ്ങൾ ഇംഗ്ലീഷിൽ അവസാനിക്കുക ity-യിലായിരിക്കും. നമ്മൾ ity സഫിക്സ് ആയിക്കൊണ്ട് കാണാം. ഒരു പദത്തിന്റെ അന്ത്യത്തിൽ കടന്നു വരുന്നതിനാണ് നമ്മൾ സഫിക്സ് എന്ന് പറയാം. മുമ്പിൽ കൂട്ടിച്ചേർക്കുന്നതിനാണ് എന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്? പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ity സഫിക്സിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ സഫിക്സ് ആയിക്കൊണ്ട് വരികയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. എക്സാമ്പിൾ നോക്കാം. പോസിബിലിറ്റി, ഓക്കെ, പ്രോബബിലിറ്റി, നെസസിറ്റി. ഓക്കെ, പോസിബിലിറ്റി, പ്രോബബിലിറ്റി, നെസസിറ്റി, ഓൾ. ആക്ടിവിറ്റി, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ആക്ടിവിറ്റി, പോസിബിലിറ്റി, പ്രോബബിലിറ്റി, നെസസിറ്റി. All these words end in ity. These ity can be considered suffix. So, such words take primary accent on the syllable prior to this suffix or prior to ity. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us make a syllabic division. Po, si, bi, li, ti. Po, si, bi, li, ti. ity പോകുന്നതോടുകൂടി രണ്ട് സിലബിൾ പോയി. ലി എന്നുള്ള കാരണം ഇവിടെ ity അങ്ങോട്ട് പോയി. ity നമ്മൾ വിടണം. അപ്പൊ ലി എന്നുള്ള സിലബിൾ പോയി കഴിഞ്ഞു. അപ്പൊ ഈ രണ്ട് സിലബിൾ അങ്ങ് മാറ്റാം. ഓക്കെ, ity മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നെക്സ്റ്റ് സിലബിൾ ല എന്നുള്ള ല ഈസ് എ കോൺസണന്റ്. ഓക്കെ, ഒരു സിലബിൾ വരണമെങ്കിൽ അതിൽ എന്തുണ്ടായിരിക്കണം? വവൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വവൽ ഐ ആണ്. സോ ഇൻ ദ വേർഡ് പോസിബിലിറ്റി, സി പ്രൈമറി ആക്സെന്റ് ഫാൾസ് ഓൺ ദ സൗണ്ട് ബ. പോസിബിലിറ്റി എന്നുള്ള പദത്തിൽ പ്രൈമറി ആക്സെന്റ് ഫോൾ വീഴേണ്ടത് എവിടെയാണ്? ബേലാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. പ്രോബബിലിറ്റി, പ്രോ ബ ബി ലി ടി. ശരിക്കും സിലബിക് ഡിവിഷൻ നടത്തുമ്പം എത്ര വവൽസ് ഉണ്ട്, എത്ര സിലബിൾസ് ഉണ്ട് നോക്കാം. പ്രോ ബ ബി ലി ടി. 1 പ്രോ first syllable, ba second syllable, again b third syllable, li fourth syllable, ty. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ വരല് ity കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടിവിടെ എൽ അല്ലേ വന്നേക്കാം, പക്ഷെ അല്ല. കാരണം ity പോകുന്നതോടുകൂടി രണ്ട് സിലബിൾ പോയി കുട്ടികളെ. ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ കോളേജിൽ പഠിപ്പിക്കുമ്പോഴും കുട്ടികൾ ആ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ity പോകുന്നതോടുകൂടി രണ്ട് സിലബിൾ പോയി, കാരണം രണ്ട് വവൽ ഉണ്ട് ഇവിടെ. ടി എന്നുള്ള വൈ ഇ ആണ് പ്രൊനൗൺസിയേഷൻ. ടി വവലാണെങ്കിൽ ഇ ആണ്, അതുകൊണ്ട് ആ സിലബിൾ പോയി. അപ്പൊ രണ്ട് സിലബിൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയാണ്? നെക്സ്റ്റ് സിലബിൾ ബി. ഓക്കെ, പ്രോബബിലിറ്റി, പോസിബിലിറ്റി ബേനാണ്. ഇനി നോക്കാം. ന സ സിറ്റി. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന അവസരത്തിൽ രണ്ട് എസ് ഉണ്ടാവില്ല. ട്രാൻസ്ക്രിപ്ഷനിൽ കോൺസണന്റ് ഒരിക്കലും ഇരട്ടിപ്പില്ല. നമ്മൾ ഈ സെഷനിൽ തന്നെ ട്രാൻസ്ക്രിപ്ഷനിലേക്ക് എൻട്രി ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നെസസിറ്റി, ity പോയി കഴിഞ്ഞാൽ പിന്നെ സ്ട്രെസ് വരേണ്ട എവിടെയാണ്? ന സ സി ടി. എസിനായിരിക്കണം എന്ത് വരേണ്ടത്? അടുത്ത് സ്ട്രെസ് വരേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ആക്ടിവിറ്റി, ആക്ടിവിറ്റി, a t v t. അപ്പൊ അറിയാതെ കുട്ടികൾക്ക് ഒരു സംശയം, വി അല്ല ഇവിടെ അല്ല സ്ട്രെസ് വരേണ്ടത്. അല്ല, അത് തെറ്റാണ്. കാരണം ity പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുള്ളൂ? ആക്റ്റീവ്.
പിന്നെ എന്താണ് ആക്റ്റീവ്, 2 സിലബിളേ ഉള്ളൂ. സോ ടിന്റെ മുകളിലായിരിക്കണം സ്ട്രെസ് വരേണ്ടത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, ആക്ടിവിറ്റി എന്നുള്ളതിൽ ഇറ്റി പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സിലബിൾ എന്താണ്? ടിന്റെ മുകളിലാണ്. പോസിബിലിറ്റി ബിന്റെ മുകളിലാണ്. ITY പോയി കഴിഞ്ഞു. പ്രോബബിലിറ്റി ഇറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ബ. നെസസിറ്റി ശരിക്കും ഓർമ്മിക്കുക, ITY പോയി കഴിഞ്ഞു. എവിടെ? കാരണം ഇവിടെ ഒക്കെ സൗണ്ട് വരുന്നത് സ് ആണ്. നെസസിറ്റി. ഓക്കെ, അപ്പൊ അവിടെ തിയറി മറ്റൊന്നുമല്ല. ITY അവസാനിക്കുകയാണെങ്കിൽ ITY എന്നുള്ള സിലബിള് മാറ്റി വെച്ചതിന് ശേഷം there are certain words which ends in ITY. ചില പദങ്ങളുടെ ITY-യിലാണ് അവസാനിക്കുക. അപ്പൊ ITY എന്നുള്ള സഫിക്സ് മാറ്റി വെച്ചതിന് ശേഷം അതിന് തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓരോ നിയമവും എന്ത് ചെയ്യാം? എഴുതി വെക്കാം. There are certain words that ends in ATE. ആദ്യം ഞാൻ എന്ത് ചെയ്യാം? ചില പദങ്ങൾ എഴുതാം. കോംപ്ലിക്കേറ്റ്, കൾട്ടിവേറ്റ്, പാർട്ടിസിപ്പേറ്റ്, എഡ്യൂക്കേറ്റ്. ഈ പദങ്ങളൊക്കെ എഴുതിയിരുന്നു കേട്ടോ, ഒന്നും വിട്ട് കളയണ്ട. ഒരു എക്സാമ്പിൾ മാത്രം നോക്കരുത്. ഇവിടെ നമ്മൾ തിയറി ഇതാണ്. ഇൻ വേർഡ്സ് ഓഫ് മോർ ദാൻ 2 സിലബിൾ, ഇൻ വേർഡ്സ് ഓഫ് മോർ ദാൻ 2 സിലബിൾസ്, 2 സിലബിൾ കൂടുതൽ എന്താണ് വരുന്ന പദങ്ങൾ. എൻഡിങ് ഇൻ ATE, 8. ATEന്റെ പ്രൊനൗൺസിയേഷൻ എന്താണ്? 8. അപ്പൊ 2ൽ കൂടുതൽ സിലബിൾ വരുന്ന പദങ്ങളിൽ അവസാനിക്കുന്നത്. ഇഫ് സച്ച് വേർഡ്സ് വിച്ച് ഹാവ് മോർ ദാൻ 2 syllables എൻഡ് ഇൻ 8, the primary accent falls on the prior to the 2 syllables. 2 സിലബിൾ വിട്ടുകളയണം. എന്നിട്ട് 2 സിലബിൾ വിട്ട് കളഞ്ഞതിന് ശേഷം അതിന്റെ തൊട്ട് മുമ്പിലുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. തിയറി ഒന്നുകൂടെ ശരിക്കും ശ്രദ്ധിക്കാം. ഇൻ വേർഡ്സ് ഓഫ് മോർ ദാൻ 2 syllables ending in IATE, the primary stress is placed 2 syllables before the suffix. There are certain words in English which ends in ATE. Words which have more than 2 syllables which ends in ATE. The primary stress is placed or marked before the 2 syllables. ഓക്കെ, അപ്പൊ മലയാളത്തിൽ ശ്രദ്ധിക്കുക. ചില പദങ്ങൾ ATEയിൽ അവസാനിക്കും. ആ പദങ്ങളിൽ 2ൽ കൂടുതൽ സിലബിളും വേണം. അപ്പൊ 2ൽ കൂടുതൽ സിലബിൾ ഉള്ള ഒരു പദം ATEയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവസാനത്തെ 2 സിലബിൾ അങ്ങ് മാറ്റിക്കളയാം. അവസാനത്തെ 2 സിലബിൾ മാറ്റിയതിനു ശേഷം അതിന്റെ തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം അവർ പ്രൈമറി ടാസ്ക് ഈസ് ടു മേക്ക് ദ സിലബിക് ഡിവിഷൻ ഓഫ് ദീസ് വേർഡ്സ്. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പദങ്ങളുടെ ഒരു സിലബിക് ഡിവിഷനിലേക്ക് പോവാം. കോ, ഫസ്റ്റ് സിലബിൾ കോം. പ്ലി, സെക്കൻഡ് സിലബിൾ. കെയ്, തേർഡ് സിലബിൾ. കോംപ്ലിക്കേറ്റ്, കേറ്റ്. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കാം. കോംപ്ലിക്കേറ്റ്, കോംപ്ലിക്കേറ്റ്, കോംപ്ലിക്കേറ്റ്. ഇവിടെ ഒറ്റ സിലബിളേ വരുന്നുള്ളൂ. കാരണം ഇത് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. കേറ്റ് എന്നുള്ളത് ഇതിൽ വന്നിരിക്കുന്ന ഡിഫ്തോങ് ആണ്. കേറ്റ്. അപ്പൊ കോംപ്ലിക്കേറ്റ് ഈസ് എ ട്രൈ സിലബിക് വേർഡ്. കോംപ്ലിക്കേറ്റ് എന്നുള്ള ട്രൈ സിലബിക് വേർഡാണ്. 3 സിലബിളേ ഉള്ളൂ. അപ്പൊ 2 സിലബിൾ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പ്ലിക്കേറ്റ്. പിന്നെ സ്ട്രെസ് വരുന്നത് തുടക്കത്തിലാണ്. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ.
കാരണം കോംപ്ലിക്കേറ്റ് എന്നുള്ളത് എത്രയാണ്? 3 സിലബിളെ ആകെ കടന്നു വരുന്നുള്ളൂ. അങ്ങനെ 2ൽ കൂടുതൽ സിലബിൾ വരികയാണെങ്കിൽ എ ടിയിൽ അവസാനിക്കുകയാണെങ്കിൽ 2 സിലബിൾ വിട്ടതിന് ശേഷം അതിന്റെ തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം വേർഡ് സ്ട്രെസ് കൊടുക്കേണ്ടത്. ഇനിയും നോക്കാം. കൾട്ടിവേറ്റ്, cultivate. And the second word is also a trisyllabic one. രണ്ടാമത്തെ പദവും എന്തിനാണ്? ട്രൈസിലബിക് ആണ്. അതുകൊണ്ട് 2 സിലബിൾ അങ്ങ് മാറ്റുക, തുടക്കത്തിൽ കൊടുക്കാം. 3 സിലബിൾ ഉണ്ടാകുമ്പോൾ 2 സിലബിൾ എന്ത് ചെയ്യാം? ഒഴിവാക്കിയതിനു ശേഷം കൽ. അടുത്ത 1 സിലബിക്ക് ഡിവിഷൻ വരുത്തി നോക്കാം. പ ടി സി പേറ്റ്. പ ഈസ് ദ ഫസ്റ്റ് സിലബിൾ, ടി ഈസ് ദ സെക്കൻഡ് സിലബിൾ, സി ഈസ് ദ തേർഡ് സിലബിൾ, പേറ്റ് ഈസ് ദ ഫോർത്ത് സിലബിൾ. പ ടി സി പേറ്റ്. അപ്പൊ ഈ 2 സിലബിളും അങ്ങ് ഒഴിവാക്കാം. 2 സിലബിളും 3-ാമത്തെ 4-ാമത്തെ 8 എന്നുള്ള 2 സിലബിൾ പോയി കഴിഞ്ഞാൽ പിന്നെ ടി, പ ടി സി പേറ്റ്. അപ്പൊ ഇവിടെ സ്ട്രെസ് വരേണ്ട എന്താണ്? ഇവിടെ എന്താണ്? ഇതൊരു പോളിസിലബിക് വേർഡ്സ് ആണ്. അതായത് ദിസ് വേർഡ് ഹാവ് 4 സിലബിൾസ്. ഇവിടെ എല്ലാം 3 സിലബിളേ ഉള്ളൂ. അതുകൊണ്ട് 2 സിലബിൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ തുടക്കത്തിൽ. ഇവിടെ 4 സിലബിൾ ഉണ്ട്. അതുകൊണ്ട് 2 സിലബിൾ കഴിഞ്ഞാൽ 2-ാമത്തെ സിലബിളിന് പ ടി, ടീക്കാണ് എന്ത് വരേണ്ടത്? സ്ട്രെസ് വരേണ്ടത്. ഇനി അടുത്ത് നോക്കാം വീണ്ടും. ഫോർച്യുനേറ്റ്, ഫോർച്യുനേറ്റ്. ഓക്കെ, ഫോർച്യുനേറ്റ്. 1 2 3. Okay. So fortunate is a trisyllabic word. Fortunate എന്നുള്ള എന്താണ്? ഒരു ട്രൈസിലബിക് വേർഡാണ്. അങ്ങനെയാണെങ്കിൽ 2 സിലബിൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ട്രെസ് വരേണ്ടത് എവിടെയാണ്? എഫിനാണ്. സോ once I repeat the law, words which have more than 2 syllables. ആദ്യം ഓർമ്മിക്കുക. words which have more than 2 syllables. 2ൽ കൂടുതൽ സിലബിൾ ഉള്ള പദങ്ങളാണെങ്കിൽ, and those words which end in ate. വെറുതെ 2ൽ കൂടുതൽ സിലബിൾ ഉണ്ടായാൽ പോരാ. ആ 2ൽ കൂടുതൽ സിലബിൾ ഉള്ള പദങ്ങൾ യിലാണ് അവസാനിക്കുന്നതെങ്കിൽ leave the last 2 syllables and place the primary stress on the syllable before these 2 syllables. ഇപ്പൊ 2ൽ കൂടുതൽ സിലബിൾ വരുന്ന പദങ്ങൾ യിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവസാനത്തെ 2 സിലബിൾ മാറ്റിവെച്ചതിന് ശേഷം അതിൻ്റെ തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ, നോക്കാം. ഒരു 6-7 ലോസേ ഉള്ളൂ. അത് എന്ത് ചെയ്യുക? അങ്ങ് പഠിക്കാം. വേർഡ്സ് ദാറ്റ് എൻഡ്സ് ഇൻ IOUS. ചില പദങ്ങൾ അവസാനിക്കുക എന്തിലായിരിക്കും? IOUSലായിരിക്കും. ആർ ആക്സെന്റഡ് ഓൺ ദ സിലബിൾ പ്രയർ ടു ദ സഫിക്സ്. ഈ സഫിക്സ് കഴിഞ്ഞ് വേർഡ്സ് എൻഡിങ് ഇൻ IOUS take the primary accent on the syllable prior to the suffix. See, once again, words which ends in IOUS take the primary accent on the syllable prior to the suffix. ഇനി മലയാളത്തിൽ ശ്രദ്ധിക്കുക. ചില പദങ്ങൾ IOUSലായിരിക്കും അവസാനിക്കുക. ഈ IOUS എന്നുള്ളതിന് സഫിക്സ് ആയിക്കൊണ്ട് കാണുകയാണെങ്കിൽ IOUS എന്നുള്ള സഫിക്സ് മാറ്റിയതിന് ശേഷം അതിൻ്റെ തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. ചില പദങ്ങൾ നോക്കാം. ആങ്ഷ്യസ് എന്തിലാണത് അവസാനിച്ചിരിക്കുന്നത് നോക്കാം. അടുത്ത് നോക്കാം. ഇൻഡസ്ട്രിയസ്, ഇൻഡസ്ട്രിയസ്. നെക്സ്റ്റ് നോക്കാം. ഇൻചൂറിയസ്. നെക്സ്റ്റ് നോക്കാം. ലക്ഷൂറിയസ്. ശരിക്കും ശ്രദ്ധിക്കാം. All these words or all these 4 words ends in IOUS. So you must consider IOUS as suffix. ഈ പദങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നത് IOUSലാണ്.
അപ്പോ IOUSന് ആ പദങ്ങളിലെ സഫിക്സ് ആയിക്കൊണ്ട് കാണുക. പദാന്ത്യത്തിൽ ഇവ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻ സച്ച് വേർഡ്സ് ദ പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സിലബിൾ ബിഫോർ ദ സഫിക്സ് ഓർ പ്രയർ ടു ദ സഫിക്സ്. സഫിക്സിന്റെ തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? അതായത് ചില പദങ്ങൾ IOUSലാണ് അവസാനിക്കുന്നതെങ്കിൽ IOUS എന്നുള്ള സഫിക്സ് മാറ്റി അതിൻ്റെ തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? പ്രൈമറി സ്ട്രെസ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതൊന്ന് സിലബിക് ഡിവിഷൻ നടത്തി നോക്കും. ആങ്ഷ്യസ് എന്നുള്ളത് നമുക്ക് എങ്ങനെ സിലബസ്? ആങ്ഷ്യസ് IOUS പോയി കഴിഞ്ഞു. പിന്നെ ഇവിടെ സിലബിൾ വരുന്ന ആൻ, കാരണം ഇവിടെ ഒന്നും വവലില്ല. എക്സ് വവലല്ല, എൻ വവലല്ല. ഫസ്റ്റ് വവൽ എന്താണ്? എ എന്നുള്ളതാണ്. ആങ്ഷ്യസ്, കാരണം IOUS അങ്ങ് മാറ്റുക, കൺഫ്യൂഷൻ വരരുത്. IOUS എന്ന് പെട്ടെന്ന് അങ്ങ് സർക്കിൾ ചെയ്യുക. പിന്നെ നമുക്ക് ഇവിടെ വവലുള്ള ഒറ്റ എ ഉള്ളൂ, അതുകൊണ്ട് അവിടെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. ഇനി അടുത്ത് നോക്കാം. ഇൻഡസ്ട്രിയസ്, ഇൻഡസ്ട്രിയസ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഞാനൊരു സിലബിക് ഡിവിഷൻ നോക്കുന്നത്. ഇൻഡസ്ട്രിയസ് IOUS പോയി കഴിഞ്ഞു. ശരിക്കും ശ്രദ്ധിക്കുക, IOUS എന്നുള്ള സഫിക്സിനെ നമ്മൾ മാറ്റി നിർത്തി. പിന്നെ or R, it's not a vowel, instead it's a consonant. T, it's a consonant. S, again a consonant, but U, a vowel. അപ്പൊ ഈ വവലിൽ എവിടെ നിന്നാണ് ഈ സിലബിൾ തുടങ്ങുന്നത്? ഇൻ ഫസ്റ്റ് സിലബിൾ ആണ്, ഡസ് സെക്കൻഡ് സിലബിൾ ആണ്. സോ വി പ്ലേസ് ദ പ്രൈമറി സ്ട്രെസ് ഓൺ ഡ. ഇൻഡസ്ട്രിയസ്, കാരണം ഡസ് എന്നുള്ള ഇൻഡസ്ട്രിയസ്, കാരണം സ്ട്രിയസ് എന്നുള്ള ഒക്കെ എന്തിൽ പെട്ട് കഴിഞ്ഞു? സ്ട്രിയസ് IOUS പെട്ട് കഴിഞ്ഞു. IOUS എന്നുള്ള മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രിയസ്, ഇൻ ഡ. നെക്സ്റ്റ് നോക്കാം. ഇൻജൂറിയസ്, ഇൻജൂറിയസ്, ഇൻജൂറിയസ് IOUS പോയി കഴിഞ്ഞു. IOUS പോയി കഴിഞ്ഞു. ഇൻജൂറിയസ് IOUS പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സിലബിൾ തുടങ്ങുന്നത് ഇൻജു, ഇൻജൂറിയസ്. ഇതൊക്കെ തന്നെ എഴുതി സ്ട്രെസ് ചെയ്തോളണം കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മറന്നു പോകും. ഇൻജൂറിയസ്. ഇനി നോക്കാം. ലക്ഷൂറിയസ് IOUS പോയി കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്താണുള്ളത്? രണ്ട് സിലബിളാണ്. ലക്ഷു, ലക്ഷു. ഇവിടെയാണ് ഒരു സിലബിൾ, ഇവിടെയാണ് ഒരു സിലബിൾ. അപ്പോൾ IOUS എന്നുള്ള സഫിക്സ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ സ്ട്രെസ് വരേണ്ട എവിടെയാണ്? എക്സിന്റെ മുകളിലാണ്. തിയറിയിലേക്ക് നമുക്ക് ഒന്നുകൂടെ വരാം. വേർഡ്സ് എൻഡിങ് ഇൻ IOUS ടേക്ക് ദ പ്രൈമറി ആക്സെന്റ് ഓൺ ദ സിലബിൾ പ്രയർ ടു ദ സഫിക്സ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചില പദങ്ങൾ IOUS അവസാനിക്കുകയാണെങ്കിൽ ആ IOUS എന്നുള്ള പദം മാറ്റി നിർത്തിയതിന് ശേഷം, ആ സിലബിള് മാറ്റി നിർത്തിയതിന് ശേഷം അതിന് തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? വേർഡ് സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഒന്നുകൂടെ ഒരു ലോയും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ മാറ്റമൊക്കെ വരും, നമുക്ക് അതിലേക്ക് പോകാം. ചില പദങ്ങൾ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യാം? IAN അവസാനിക്കാറുണ്ട്. ചില പദങ്ങൾ IAN. ഒരു 4-5 നിയമേ ആവുന്നുള്ളൂ. അപ്പൊ നോക്കാം. വേർഡ്സ് എൻഡിങ് ഇൻ IAN ആർ ആക്സെന്റഡ് ഓൺ ദ സിലബിൾ പ്രയർ ടു ദ സഫിക്സ്. നേരത്തെ പറഞ്ഞ നിയമം തന്നെ. ചില പദങ്ങൾ IAN അവസാനിക്കുകയാണെങ്കിൽ there are certain words which ends in IAN. Such words take the primary accent on the syllable prior to the suffix. IAN എന്നുള്ളതിന്റെ തൊട്ട് മുമ്പിലായിരിക്കണം. ഇപ്പൊ നോക്കാം. പൊളിറ്റീഷ്യൻ, മ്യൂസീഷ്യൻ. അതോടൊപ്പം തന്നെ നോക്കാം. കസ്റ്റോഡിയൻ, ലൈബ്രേറിയൻ. ഓർത്തോഗ്രാഫി മീൻസ് സ്പെല്ലിംഗ് വെച്ച് എഴുതുന്നതാണ്. അതിലെവിടെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഫെനറ്റിക്സിൽ ഇങ്ങനെ ട്രാൻസ്ക്രിപ്ഷനിലേക്ക് പോയി
ഈ സ്പെല്ലിംഗ് ശ്രദ്ധിക്കാതായിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, പൊളിറ്റീഷ്യൻ, പൊളിറ്റീഷ്യൻ, മ്യൂസീഷ്യൻ, കസ്റ്റോഡിയൻ, ലൈബ്രറിയൻ. ഈ പദങ്ങളൊക്കെ തന്നെ അവസാനിച്ചിരിക്കുന്നത് IAN-ലാണ്. അങ്ങനെയാണെങ്കിൽ IAN എന്നുള്ള എന്ത് ചെയ്യാം, അതങ്ങ് മാറ്റി വെക്കാം. IAN എന്നുള്ള അങ്ങ് മാറ്റിയിട്ട് അതിൻ്റെ തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, സ്ട്രെസ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും നോക്കാം. ഇവിടെ നമുക്കറിയാം പൊളിറ്റീഷ്യൻ, ION പോയി, IAN പോയി, IAN. അടുത്ത എന്താണ്, പൊളിറ്റീഷ്യൻ. കാരണം ഷ്യൻ എന്നുള്ള IAN സിലബിൾ അങ്ങോട്ട് പോയി കഴിഞ്ഞു. നെക്സ്റ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം, മ്യൂസീഷ്യൻ, IAN ഈ സിലബിളിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് സിന് സ്ട്രെസ് കൊടുക്കാം. ഇനി അടുത്ത് നോക്കാം, കസ്റ്റോഡിയൻ, കസ്റ്റോഡിയൻ, IAN പോയി കഴിഞ്ഞു. അപ്പൊ അവിടെയാണെങ്കിൽ സിലബിൾ കസ്റ്റോഡിയൻ, കസ്റ്റോഡിയൻ. ഇനി നോക്കാം, ലൈബ്രറിയൻ, ലൈബ്രറിയൻ, IAN പോയി കഴിഞ്ഞു. പിന്നെ ഇത് എന്തല്ല, വവലല്ല, കോൺസണന്റ് ആണ്. പിന്നെ ലൈബ്രറി, ലൈബ്രറി, സെക്കൻഡ് സിലബിൾ ഈസ് ബ്രീ. സോ ദ പ്രൈമറി സ്ട്രെസ് ഈസ് or the primary accent is marked on v, on the sound b. So let's conclude. There are certain words in English which ends in IAN. In such words, the primary accent falls on the syllable just before the suffix. ഇംഗ്ലീഷിൽ ചില പദങ്ങൾ അവസാനിക്കുക IAN-ലാണെങ്കിൽ ആ I എന്നുള്ള സഫിക്സ് മാറ്റി നിർത്തിയതിന് ശേഷം അതിന് തൊട്ട് മുമ്പിൽ വരുന്ന സിലബിളിനായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വേർഡ് സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് അല്പം ഒരു ചെറിയ ബ്രേക്ക് ആവാം, അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാം.